السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ആരാധന, ചോദ്യങ്ങൾക്ക് മറുപടി എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരാധനയുമായി ബന്ധപ്പെട്ട ചില ആമുഖങ്ങൾ അല്ലെങ്കിൽ ഒരു ആമുഖം നൽകേണ്ടതുണ്ട്. എന്താണ് ആരാധന? എന്തിനെയാണ് ആരാധന, ഇബാദത്ത് എന്ന് വിളിക്കാൻ സാധിക്കുക? മുസ്ലിം ലോകത്തിലെ മുൻകാല പണ്ഡിതന്മാരെല്ലാം പലരും തന്നെ ആരാധനയ്ക്ക് നിർവചനം നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് ഒരു പ്രവർത്തനം ആരാധനയായി തീരുന്നത് എന്നതിന് പല രൂപത്തിലുള്ള നിർവചനങ്ങളും മുൻകാല പണ്ഡിതന്മാർ നൽകിയതായി കാണാം. മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർളാഹു മിനൽ അഖ്വാലി വൽ അഫ്ആലി അല്ലാഹിറതി വൽ ബാത്തിന. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെടുന്നതും അവൻ തൃപ്തിപ്പെടുന്നതുമായ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും പ്രത്യക്ഷവുമായും പരോക്ഷമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളുണ്ടോ അതിനെല്ലാം മൊത്തത്തിൽ പറയുന്ന പേരാണ് ആരാധന എന്നുള്ളത്. എന്നാൽ ഈ ആരാധനയിൽ പ്രധാനമായി കൊണ്ട് അടങ്ങിയിരിക്കുന്ന 3 കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഒരു അടിമ ജീവിതത്തിൽ ശിരസാവഹിക്കുമ്പോഴും ആ അടിമയുടെ ഹൃദയത്തിൽ സമ്മേളിച്ചിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒന്ന്, ഖൗഫ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചിട്ടുള്ള ഭയം അവൻ്റെ ഹൃദയത്തിലുണ്ടാകണം. രണ്ടാമത്, റജാ, ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുമെന്ന പ്രതീക്ഷ അവൻ്റെ മനസ്സിലുണ്ടാകണം. മൂന്നാമത്, അൽ മഹബ്ബത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മനസ്സിൽ ഒരിഷ്ടമുണ്ടാകണം. ഇത് 3 കൂടി സമ്മേളിക്കുമ്പോൾ മാത്രമേ ഏതൊരു പ്രവർത്തനം ചെയ്താലും ആരാധനയായി അള്ളാഹുവിനേക്ക് തിരിഞ്ഞു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദുൻ. മനുഷ്യനെയും ജിന്നിനെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് അവിടെ ഈ ലോകത്തിൻ്റെ, ഈ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അള്ളാഹുവിനെ യഥാവിധി ഇബാദത്തെടുക്കുക എന്നതാണ്. അങ്ങനെ ഒരു ഇബാദത്താകണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, ചില അടിസ്ഥാന കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കണം. എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനമായി തീരുകയുള്ളൂ. പ്രധാനമായിക്കൊണ്ടും 2 ഉപാധികളാണ്, 2 ഖൈദാണ് ഒരു ആരാധനയ്ക്കുണ്ടാകേണ്ടത്. ഒന്നാമത്തെ ഖൈദ്, നാം ചെയ്യുന്ന വസ്തു എന്താകട്ടെ, അത് എന്ത് കോലമാകട്ടെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണോ എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തേതായിക്കൊണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മതമാക്കിയതിൽ നിന്നുകൊണ്ട് മാത്രമേ അവൻ ആരാധിക്കാൻ പറ്റുള്ളൂ. മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിൽ തോന്നുന്ന പുതിയ രൂപത്തിലുള്ളൊരു ആരാധനാക്രമം അവൻക്ക് ദീനിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഈ 2 ഉപാധികൾ നിലനിന്നുകൊണ്ട് മാത്രമേ ഒരു ആരാധനയായിക്കൊണ്ട് മാറുകയുള്ളൂ. രണ്ടാമത് 2 അർക്കാനുകളാണ്, റുക്ന് 2 സ്തംഭങ്ങൾ, അടിസ്ഥാനമായ സ്തംഭങ്ങൾ ആരാധനയിലുണ്ട്. ഒന്ന്, എത്ര വലിയ ഇബാദത്ത് ചെയ്യട്ടെ, എത്ര നീണ്ടു നിന്ന് നമസ്കരിക്കട്ടെ, എന്തും ചെയ്യട്ടെ, അങ്ങനെ ഇബാദത്തിൽ പെട്ട ഏതൊക്കെ ചെയ്യുകയാണെങ്കിലും അങ്ങേ അറ്റത്തെ തായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമുക്കതിലൂടെ കാണിക്കേണ്ടതുണ്ട്. വിനയപ്പെട്ടുകൊണ്ടാകണം റബ്ബിനോടുള്ള പ്രാർത്ഥനകൾ, വിനയപ്പെട്ടുകൊണ്ടാവണം റബ്ബിനോടുള്ള ഇബാദത്തുകൾ. രണ്ടാമത്തെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേ അറ്റത്തെ മഹബ്ബത്ത്, ഇഷ്ടം അതിലുണ്ടാകണം. ഇത് 2ഉം ആ ഇബാദത്തിൽ പ്രതിഫലിച്ച് കാണണം. എങ്കിൽ മാത്രമേ അതിൻ്റെ റുക്ൻ, ആരാധനയിലുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തതാണ്, അതിൽ ഷർത്തുകളുണ്ട്, ചില വ്യവസ്ഥകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. ഈ നിബന്ധനകളെല്ലാം പാലിച്ചു വരുമ്പോൾ മാത്രമേ ആരാധനയാകുന്നു. ഒന്നാമത്തെ നിബന്ധന,
അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ടാകണം ഇബാദത്ത്. ലോകർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയിട്ടോ നമ്മെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ചിന്തകൾ കൊണ്ടോ ആകരുത് ഒരു ഇബാദത്തും ചെയ്യേണ്ടത്. അള്ളാഹുവിനല്ലാതെ മറ്റൊരു ഇബാദത്തും ചെയ്യാൻ പാടുകയുമില്ല. ഇങ്ങനെ ഇഖ്ലാസ് ഏത് ഇബാദത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ ആ ഇബാദത്ത് അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെട്ട വിഷയത്തിലായി മാറും. ആ വിഷയത്തിൽ അവൻ അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യം മറ്റുള്ളവർക്ക് വക വെച്ചു കൊടുത്തു, അള്ളാഹുവിനെ പങ്കുകാരുണ്ടാക്കി എന്ന പരിധിയിലേക്ക് അല്ലെങ്കിൽ എന്ന തരത്തിലേക്ക് ആ ആരാധന ചെയ്ത വ്യക്തി മാറും. രണ്ടാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പഠിപ്പിച്ചത് അത് രൂപത്തിൽ ചെയ്യാം. അതിൽ യാതൊന്നും കൂട്ടാനോ കുറക്കുവാനോ മാറ്റത്തിരുത്തലുകൾ വരാനോ കാലത്തിനനുസരിച്ചും കോലത്തിനനുസരിച്ചുമൊക്കെ അല്ലെങ്കിൽ ശൈലിക്കനുസരിച്ചൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഒരു പുതിയ രൂപം അതിലുണ്ടാക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഇബാദത്ത് ബിദ്അത്തിന്റെ രൂപത്തിൽ മാറും. ഇനി അടുത്തതാണ് ഇബാദത്തിൻ്റെ തരം തിരിക്കുകയാണെങ്കിൽ ഇബാദത്തുകൾ പൊതുവെ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഗോപ്യമായ ഇബാദത്ത്, നമുക്ക് കണ്ടുകൊണ്ട് അത് അവൻ ഇബാദത്ത് എടുക്കുകയാണോ ആരാധന ചെയ്യുകയാണോ എന്നൊരിക്കലും തീർച്ചപ്പെടുത്തി പറയാൻ സാധിക്കുകയില്ല. അതിൽപ്പെട്ടതാണ് ഹൃദയം കൊണ്ടുള്ള ദിക്റുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, തവക്കുൽ, റജാ, ഖൗഫ്, ഈ മഹബത്ത്, അങ്ങനെ ഒട്ടനവധി ദിക്റുകൾ. എന്തിനു പോലും നോമ്പെടുക്കുന്നത് പോലും ലോഹിറായിക്കൊണ്ടൊരു വ്യക്തിക്ക് പറയാൻ അല്ലെങ്കിൽ പ്രത്യക്ഷമായിക്കൊണ്ടൊരു വ്യക്തിക്ക് പറയാൻ സാധിക്കില്ല നീ നോമ്പുകാരനാണ്. ഇതുപോലെ തന്നെ മറ്റൊന്നാണ് എല്ലാവർക്കും പൊതുവെ കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇബാദത്തുകൾ. നമസ്കാരം, 5 നേരത്തെ നിസ്കാരം, ഹജ്ജിൻ്റെ കർമ്മം, സക്കാത്ത് കൊടുക്കൽ. എന്നാൽ ഇതെല്ലാം ആരാധന പരിധിയിൽ നിൽക്കുന്നത് തന്നെയാണ്. എപ്പോഴും ലോഹിറായ ഇബാദത്ത് നിസ്കാരത്തിൽ ഗോപ്യമായ ഖഫിയ മറഞ്ഞു നിൽക്കുന്ന ഇബാദത്തിന് അംശമില്ലെങ്കിൽ അതുകൊണ്ട് വലിയ സ്വാധീനമുണ്ടാവുകയില്ല. അത് ചില കാഴ്ച പ്രകടനങ്ങൾ മാത്രമായി മാറും, ചില കാട്ടിക്കൂട്ടുകളായി മാറും. അതുകൊണ്ട് എപ്പോഴും ഇബാദത്ത് എടുക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പരിശുദ്ധി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ശുദ്ധി, അതുപോലെ തന്നെ ഹൃദയം എത്രത്തോളം അള്ളാഹുവിനോട് അടുക്കുന്നുണ്ട്, ഓരോ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ അതിൻ്റെ അർത്ഥത്തിൽ അതിൻ്റെ റുക്കിനോടുകൂടി ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒരിക്കലും ആരാധന എന്നുള്ള വസ്തു ഒരു മനുഷ്യൻ്റെ കൈവിൽപ്പെട്ടതല്ല. ലോകത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്, അതിലൊരുപാട് പേർ ഇസ്ലാം വിശ്വാസികളാണ്. എന്നിട്ട് പോലും ആരാധനൻ്റെ അതിൻ്റെ യഥാർത്ഥ കറകളഞ്ഞ പരിശുദ്ധമായ രൂപത്തിൽ ചെയ്യാൻ സാധിക്കുന്നവർ വളരെ തുച്ഛമാണ്. ആരാധന തുടങ്ങി വെക്കാനും അതിൻ്റെ പരിപൂർണതയിൽ ചെയ്യാനും അത് അവസാനിക്കാനുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അപാരമായ തൗഫീഖ് ലഭിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തക്ക് യുദ്ധത്തിന് വേണ്ടി കിടങ്ങു കുഴിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈനാ വമാ സല്ലൈനാ വമാ തസദ്ദഖനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നില്ല, അതുപോലെ തന്നെ ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്യുമായിരുന്നില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു വെക്കും. ഇതുപോലെ തന്നെ ഒരു കൂട്ടർ പ്രവാചകൻ്റെ അടുത്തുകൊണ്ട് പറയും, യമുന്നൂന അലൈക അൻ അസ്ലമു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് പ്രവാചകനെ നിന്നോടുള്ള ദാക്ഷിണ്യം കൊണ്ടാണ് എന്നവർ പറയും. പ്രവാചകൻ നീ പറയണം, കുല്ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് സത്യവിശ്വാസത്തിലേക്ക് മാർഗദർശനം നൽകിയിട്ടുള്ളത്, അതിനേക്ക് ദാക്ഷിണ്യം കാണിച്ചിട്ടുള്ളത്, നിങ്ങളോട് കരുണ കാണിച്ച റബ്ബാണ്. റബ്ബിൻ്റെ അടുത്തു നിന്നുള്ള അപാരമായ തൗഫീഖാണ്. ഓരോ നിസ്കരിക്കാനും ഓരോ ദിക്റെടുക്കാനും ഓരോ നോമ്പ് നോൽക്കാനുമുള്ള തൗഫീഖ് നാളെ സ്വർഗാവകാശികൾ പറയുന്നതായിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ. ഈ രൂപത്തിലുള്ള ഇബാദത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് മാർഗദർശനം നൽകിയ റബ്ബുണ്ടല്ലോ, അവൻക്കാണ് സർവസ്തുതിയും എന്ന് നാളെ സ്വർഗാവകാശികൾ പറയുന്ന സന്ദർഭവും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇബാദത്ത് നമ്മുടെ ആരുടെയും കൈവിൽപ്പെട്ടതല്ല, നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ കാര്യമല്ല. ഏറെ പരിശ്രമിച്ചാലും പോലും നമുക്കത് ചെയ്യുവാൻ വേണ്ടി സാധിച്ചെന്ന് വരില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് മാത്രം ലഭിക്കുന്ന കാര്യമാണ് ഇബാദത്ത് ചെയ്യുവാനും അത് പരിപൂർണ രൂപത്തിൽ ചെയ്യാൻ വേണ്ടി പ്രയത്നിക്കാനും അതുപോലെ തന്നെ അത് അവസാനിപ്പിക്കാനുമുള്ള തൗഫീഖ്. നാലാമത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ കാര്യം,
ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രയാസമുണ്ടാതാകട്ടെ, എളുപ്പമുള്ളതാകട്ടെ, ദാരിദ്ര്യത്തിൻ്റെ രുചിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാകട്ടെ, കടബാധ്യതയിൽ പെട്ടുകൊണ്ടിരിക്കുന്നതാകട്ടെ, സുഖസൗകര്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാകട്ടെ, ഏതൊരവസ്ഥ വരട്ടെ, ആ സമയത്തെല്ലാം അവൻ്റെ ജീവിതത്തിൽ റബ്ബ് എന്താണോ തൃപ്തിപ്പെടുന്നത് ആ രൂപത്തിൽ ജീവിക്കണം. അവൻ്റെ പ്രവർത്തനമാകട്ടെ, അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കാകട്ടെ, എന്താണെങ്കിലും റബ്ബ് എന്താണോ ഇഷ്ടപ്പെടുന്നത് അതാകണം. അതാണ് ഏറ്റവും നല്ല ആരാധന, ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന ആരാധന അതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കൾ മരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദന ഉണ്ടായിട്ടുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ട്. എന്നാൽ പോലും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് നിരക്കാത്തതായി കൊണ്ട് ഒരു വാക്കുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉച്ചരിച്ചിട്ടില്ല. ഇങ്ങനെയാണ് ഒരു ഇബാദത്തിൻ്റെ ആമുഖം, അല്ലെങ്കിൽ ഒരു ഇബാദത്തിൻ്റെ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവയാണ്. ഇനി നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ഉയർത്തിയേക്കാം. എന്തിന് അള്ളാഹുവിനെ ആരാധിക്കണം? എന്തിനാണ് അള്ളാഹു അവനെ ആരാധിക്കുവാൻ വേണ്ടി മനുഷ്യരോട് കൽപ്പിച്ചിട്ടുള്ളത്? അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ആരാധനയ്ക്ക് ആവശ്യക്കാരനാണോ? ആവശ്യക്കാരനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ചില ആളുകൾ ചോദിച്ചേക്കാം. വാസ്തവത്തിൽ ഇന്ന് മുസ്ലിം യുവാക്കളാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള യുവാക്കളാകട്ടെ, അവരുടെ ചിന്തകളിൽ കടന്നുകൂടിയിട്ടുള്ള ഇത്തരം ചോദ്യങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് സത്യാന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമല്ല, നേരെ മറിച്ച് ഇസ്ലാമിനെ എതിർക്കാനും അതുപോലെ തന്നെ വിമർശിക്കാനും വേണ്ടി മാത്രമുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ലോകത്തുള്ള മനുഷ്യരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ പൊതുവെ രണ്ട് തരക്കാരാണ്. ഒന്ന് ദൈവവിശ്വാസികൾ, മറ്റേത് ദൈവത്തിൽ വിശ്വസിക്കാതെ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല എന്ന് വാദിച്ചുകൊണ്ട് അതിനെ കുടപിടിക്കുന്നവർ. ദൈവവിശ്വാസിയുള്ള അല്ലെങ്കിൽ ദൈവവിശ്വാസിയ മുസ്ലിമായ ഒരു വ്യക്തിയുടെ വിശ്വാസം എന്താണ്? അവൻ അടിമയാണ്, അവൻ അവൻ്റെ റബ്ബിൻ്റെ അടിമയാണ്. അതുകൊണ്ട് അവൻ്റെ മേൽ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ആ ബോധത്തിനനുസരിച്ച് കൊണ്ടാണ് ആ ദൈവവിശ്വാസിയായ ആ മുസ്ലിമായ വ്യക്തി ഇബാദത്ത് ചെയ്യുന്നത്. എന്നാൽ നിരീശ്വരവാദിയും യുക്തിവാദിയുമായി നടക്കുന്ന ആളുകൾക്ക് ഈ രൂപത്തിൽ ഈ ലോകത്തിന് രക്ഷിതാവില്ല, ഒരു സൃഷ്ടാവില്ല, അതുകൊണ്ട് അവർക്ക് ആരാധനയുമില്ല. പിന്നെ എന്തിനാണ് അവർ ആരാധനയെ പറ്റി ഈ രൂപത്തിലെ ചോദ്യം ചോദിക്കേണ്ട ആവശ്യം എന്നാണ് ആദ്യമായിക്കൊണ്ട് അവരോട് ചോദിക്കാനുള്ളത്. പിന്നെ അവരുടെ ലക്ഷ്യം ഇതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം അറിയുക എന്നതല്ല. വിശ്വാസ ദൃഢതയില്ലാത്ത അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഈമാന് ഉറപ്പില്ലാത്ത ആളുകൾക്ക് ഇതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവർ ഈ രൂപത്തിലുള്ള ചോദ്യശകലങ്ങൾ എഴുതിവിടുന്നത്. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് പൊതുവായിക്കൊണ്ട് ചില ആളുകൾ, മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ കൊടുക്കുന്ന മറുപടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനകളിലേക്ക് ആവശ്യക്കാരനാണ് എന്ന മറുപടിയാണ്. എന്നിട്ട് നേരത്തെ ഓതി വെച്ച വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ആയത്തും ഓതി വെക്കും. അള്ളാഹുവിന് വിശ്വാസികളുടെ ആരാധന ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഈ ഉത്തരം ഒരിക്കലും ശരിയല്ല, ഒരർത്ഥത്തിലും ഈ ഉത്തരം ശരിയല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന ആവശ്യമായത് കൊണ്ടല്ല അവൻ നമ്മോട് ആരാധിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന എടുക്കാൻ അവന് ആവശ്യമുള്ള കാരണം കൊണ്ടല്ല അവൻ നമ്മോട് അവനെ ആരാധിക്കുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് ഈ ഉത്തരം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുക, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന ആവശ്യമാണ് എന്നുള്ള ഉത്തരം ഞാൻ പറഞ്ഞു എന്ന് വെക്കുക. ഒരാൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അവനക്ക് മനുഷ്യരിൽ നിന്നും ജിന്നിൽ നിന്നും ആരാധന ആവശ്യമാണ്, അതുകൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ഉത്തരം പറഞ്ഞു വെക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒന്നാമതായിക്കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻക്ക് മനുഷ്യരുടെ ആരാധനയിലേക്ക് അവൻ ആവശ്യക്കാരനാണ് എന്നൊരു ധ്വനി ആ ഉത്തരത്തിലുണ്ട്. മനുഷ്യരുടെ ആരാധനയ്ക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യക്കാരനാണ് എന്നൊരു ധ്വനി ആ ഉത്തരത്തിലുണ്ട്. ഭൗതികപരമായിക്കൊണ്ട് ഒരാൾ ഒരു കാര്യം കൽപ്പിച്ചാൽ അല്ല ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭൗതികത്തിൽ നമ്മൾ ഈ പ്രാപഞ്ചിക നിയമത്തിൽ അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ അതിനർത്ഥം അവൻ ആ കാര്യത്തിനോട് അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് ആവശ്യക്കാരൻ ആണ് എന്നല്ല, അങ്ങനെ ആകണം എന്ന് തീർച്ചയില്ല. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിലെ അധ്യാപകൻ കുട്ടികളോട് പരീക്ഷ എടുത്തപ്പോൾ പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിലേക്ക് നന്നായി തയ്യാറാകണം, കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാകൂ എന്ന് പറഞ്ഞു. ഈ കൽപ്പന ആ വിദ്യാർത്ഥികളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണോ അത് അധ്യാപകൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണോ? നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ പറ്റും, വിദ്യാർത്ഥികൾ പഠിച്ച് നല്ല ഉയർന്ന ജോലികളിലേക്ക് എത്തിവരാനും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ആ അധ്യാപകൻ ആ രൂപത്തിൽ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. ഒരിക്കലും പറയാൻ പറ്റില്ല ഇതുകൊണ്ട് അധ്യാപകൻ സ്വന്തം അതിലേക്ക് ആവശ്യക്കാരനാണ് എന്ന രൂപത്തിൽ പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ ഒരു കാര്യത്തിലേക്കും ആവശ്യക്കാരനല്ല. മനുഷ്യൻ്റെ ഒരു പ്രവർത്തനത്തിലേക്കും അള്ളാഹുവിന് ആവശ്യമില്ല. ഇത് പ്രമാണം കൊണ്ടും ബുദ്ധി കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ദൈവമാകണമെങ്കിൽ ആ ദൈവത്തിന് എല്ലാ വസ്തുക്കളിൽ നിന്നും പൂർണ്ണമായിക്കൊണ്ട് വേറിട്ട് നിൽക്കണം. അതായത് എല്ലാ വസ്തുക്കളിൽ നിന്നും ഒരാവശ്യമില്ലാതായി തീരണം. എന്നാൽ നേരെ മറിച്ച് ബാക്കിയുള്ള എല്ലാ വസ്തുക്കളും ദൈവത്തിലേക്ക് ആവശ്യക്കാരനായി വരണം. ദൈവത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ജീവിച്ചു പോകാൻ പറ്റുകയുള്ളൂ. ഖയ്യൂമാണ് റബ്ബ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം നിലകൊള്ളുന്നവരാണ്. എല്ലാവരും നിലകൊള്ളുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സൃഷ്ടിപ്പ് അവൻ്റെ ആധിപത്യത്തിലാണ് എല്ലാതും നിന്ന് പോകുന്നത്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് തന്നെ ദൈവമാകണമെങ്കിൽ ഒരാളും ഒന്നിലേക്കും ആവശ്യക്കാരനാകാൻ പാടില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിലേക്ക്, മനുഷ്യൻ്റെ ആരാധനയിലേക്ക്, നമ്മുടെ ഒന്നും ഇബാദത്തിലേക്ക് ആവശ്യക്കാരനല്ല. അതുപോലെ തന്നെ പ്രമാണം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ അത് സ്ഥിരപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നിനെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടല്ല ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യനെയും ജിന്നിനെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഞാൻ മനുഷ്യരിൽ നിന്ന് യാതൊരു ഉപജീവനവും തേടുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. അവർ എനിക്ക് ഉപജീവനം നൽകിക്കൊണ്ട് എന്നെ സംരക്ഷിക്കണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നല്ലാഹ ഹുവ റസ്സാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റാസിഖ്, ഉപജീവനം നൽകുന്നവൻ. ദുൽ ഖുവ്വത്തിൽ മതീൻ, പ്രബലനും എല്ലാത്തിനും കഴിവുള്ളവനും അവനാണ് എന്നാണ് സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിലോ, ചെറിയൊരു ബുദ്ധി അല്ലെങ്കിൽ കുറച്ച് ചിന്തിക്കാനുള്ള കഴിവുണ്ടായപ്പോൾ തന്നെ അവൻ റബ്ബിനേക്കാൾ അല്ലെങ്കിൽ റബ്ബിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന അവസ്ഥയിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ആദം സന്തതികൾ, മനുഷ്യൻ നശിച്ചു കൊള്ളട്ടെ, അവൻക്ക് അഹങ്കരിക്കാൻ അല്ലെങ്കിൽ എന്താണ് അവൻ ഇത്രയധികം നന്ദി കെട്ടവനാകാനുള്ള കാരണം? എന്തിനാണ് മനുഷ്യൻ അഹങ്കരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, യാ ഇബാദി ഇന്നകും ലം തബ്ലുഗൂ വരി ഫതദുറുനി. നിങ്ങളെല്ലാവരും അള്ളാഹുവിനൊരു ഉപദ്രവം ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അത് നടക്കുന്നതല്ല. വലൻ തബ്ലുഗൂ നഫ്ഇ ഫതൻഫഊനി. എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു ഉപകാരമുണ്ടാക്കാൻ, ഉപദ്രവം ഉണ്ടാക്കാനും സാധിക്കുന്നതല്ല, ഉപകാരമുണ്ടാക്കാനും സാധിക്കുന്നതല്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അത്ഖ ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ സാദ ദാലിക ഫീ മുൽക്കി ഷൈഅ. മനുഷ്യൻ്റെ ഒന്നാമത്താളും അവസാനത്താളും എല്ലാവരും, ജിന്നു സമൂഹം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് യഥാർത്ഥ കറകളൻ്റെ ഈമാനിൻ്റെ ആളുകളായി തീർന്നാൽ കൂടിയും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ യാതൊന്നും വർദ്ധിപ്പിക്കുന്നതല്ല. യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലിൻ വാഹിദിൻ മിൻകും മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ. മനുഷ്യൻ്റെ ആദ്യത്താളും അവസാനത്താളും ജിന്നുകളും ജിന്നുവർഗവും മനുഷ്യവർഗവും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് എല്ലാവരും മോശപ്പെട്ട രൂപത്തിൽ കഠിനഹൃദരായി തീർന്നാലും അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യാതൊരു
കാര്യം കുറക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൽ നിന്നും ധന്യനാണ്. അവൻ്റെ ധന്യത എല്ലാതിനേക്കാളും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറപ്രകാരം വിലയിരുത്തുന്നവന് മാത്രമേ, തിരിച്ചറിഞ്ഞവന് മാത്രമേ ആരാധനയുടെ ലക്ഷ്യവും ആരാധന കൊണ്ടുള്ള യുക്തിയും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ അത് തിരിച്ചറിയാത്ത കാലത്തോളം എന്തിനാരാധന എന്നൊരിക്കലും അവനക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതല്ല. ഇനി ആരാധനയുടെ പിന്നിലുള്ള യുക്തി, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയെക്കുറിച്ച് സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആല മതമാക്കി നിയമിച്ചിട്ടുള്ളത് എന്തിനാണ് എന്ന് ചിന്തിക്കുമ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ ആദ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വസിഫാത്ത്, നാമഗുണവിശേഷങ്ങളെക്കുറിച്ച് പൂർണ്ണമായിക്കൊണ്ട് അവബോധമുണ്ടാകണം. പൂർണ്ണമല്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി അവബോധമുണ്ടാകണം. എന്താണ് ദൈവം, ആരാണ്, ആർക്കാണ് ഇബാദത്ത് കൊടുക്കാൻ അർഹൻ, ആരാണ് ദൈവമാകുക? അങ്ങനെയാണെങ്കിൽ ദൈവമാകുന്നവന് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. അങ്ങനെയല്ലാതെ മറ്റൊരു ലോകത്തുള്ള ഒരു വസ്തുവിനും, അള്ളാഹുവിന് പുറമെയുള്ള ഒരു വസ്തുവിനും ഇബാദത്ത് കൊടുക്കാൻ കഴിയുകയില്ല എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ ഭൗതിക രൂപത്തിലുള്ള വീക്ഷണത്തിലൂടെ ചിന്തിക്കുന്ന രൂപത്തിൽ നിന്ന് മാറിക്കൊണ്ട് പ്രമാണങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ദൈവത്തെ നിഷേധിക്കുന്ന ആളുകൾ, ദൈവാസ്തിത്വത്തെ തന്നെ നിഷേധിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആരാധനയെ അല്ലെങ്കിൽ അതിൻ്റെ യുക്തിയെ തിരിച്ചറിയാൻ സാധിക്കുന്നത്? കാരണം ആരാധന തന്നെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാധന ലക്ഷ്യമായി കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടിച്ചതിൻ്റെ കാര്യമായിക്കൊണ്ടാണ്. ഒരു സൃഷ്ടാവുണ്ട് എന്നതിൻ്റെ ലക്ഷ്യത്തിൻ്റെ മേലിലാണ് ആരാധന അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഈ ലോകത്തെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു സംവിധാനിച്ച് വെച്ചിട്ടുള്ളത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു പോലും വിശുദ്ധ ഖുർആൻ അടക്കം വേദഗ്രന്ഥങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏഴാങ്ങനാകാശത്ത് നിന്ന് ഈ ലോകത്തേക്ക് ഇറക്കിയിട്ടുള്ളത് ആരാധന സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ രൂപത്തിൽ തന്നെ നരകങ്ങളെ സൃഷ്ടിച്ചതും ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ശൃംഖല ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചതും ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വസ്തുതയൊന്നും നിരീശ്വരവാദികൾക്കോ അല്ലെങ്കിൽ ദൈവനിഷേധികൾക്കോ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഒരിക്കലും അവർക്ക് ഈ രൂപത്തിലുള്ള വസ്തുതയെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെയും വെറുതെ സൃഷ്ടിച്ചതല്ല. ഒരു മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യവുമില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. മനുഷ്യൻ ധരിക്കുന്നുണ്ട് അവനെ വെറുതെ സൃഷ്ടിച്ചിട്ടുള്ളതാണെന്ന്. ഒരിക്കലുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഇവിടെയുള്ള ഒരു വസ്തുവിനെയും യാതൊരു യുക്തിയുടെയും ബലമില്ലാതെ കേവലം വെറുതെ സൃഷ്ടിച്ച് വെച്ചതല്ല. നേരെ മറിച്ച് കൃത്യമായ യുക്തിക്കനുസരിച്ചും കൊണ്ട് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അവനോട് ചില കാര്യങ്ങൾ കൽപ്പിച്ചത്, ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൃഷ്ടിച്ച ചില യുക്തിയോട് കൂടിയാണ്. അതുകൊണ്ട് ആ യുക്തിയുടെ ഭാഗമാണ് ഓരോ ആരാധനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആരാധനയിലേക്ക് ആവശ്യക്കാരനാണ്, അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ ആരാധനയിലേക്ക് ആവശ്യക്കാരനാണ് എന്ന രൂപത്തിലല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ എന്തിനാരാധന? ചില യുക്തിയുണ്ട്. പിന്നെ എന്തിനാരാധന? പ്രമാണങ്ങളിലൂടെ നമ്മൾ കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹഖ്ഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിച്ചിട്ടുണ്ട്, യാ മുആദു അതദരി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അടിമകളുടെ മേലുള്ള അള്ളാഹുവിൻ്റെ അവകാശത്തെക്കുറിച്ച് അറിയുമോ? അടിമകളുടെ മേൽ അള്ളാഹുവിന് ചില അവകാശങ്ങളുണ്ട്. ആ അവകാശത്തിൽ പെട്ടതാണ് അടിമകൾ അള്ളാഹുവിനെ ആരാധന ചെയ്യുക എന്നുള്ളത്. അയ്യഅ്ബുദൂഹു വലാ യുശ്രികൂ ബില്ലാഹി ശൈഅ.
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനും പങ്കു ചേർക്കരുത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. അവകാശമുള്ളവൻ, അവകാശത്തിന് അർഹതയുള്ളവൻ അവകാശം ചോദിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അവകാശത്തിന് അർഹതയുള്ളവൻ അവൻ്റെ അവകാശം ചോദിക്കുന്നത് തെറ്റുണ്ടോ? ഒരിക്കലുമില്ല. ഉദാഹരണത്തിന്, ധനികനായ ഒരു വ്യക്തി ഒരുപാട് പേർക്ക് കടം കൊടുത്തു. സമയമായപ്പോൾ ആ വ്യക്തി കടം കൊടുത്ത കടം മേടിച്ച് സ്വീകരിച്ച ആളോട് ചോദിച്ചു, എൻ്റെ പണം തിരിച്ചു നൽകും. ഈ സമയത്ത് ആ കടം മേടിച്ച ആൾക്ക് പറയാൻ പറ്റുമോ, നിൻ്റെ അടുക്കൽ ഒരുപാട് ധനമുണ്ടല്ലോ, പിന്നെ എന്തിനു നീ ഇത് ചോദിക്കണം? ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അവൻ്റെ അവകാശമാണ്. അവൻ്റെ അവകാശത്തിൽ നിന്ന് ചോദിക്കുന്നതിൽ ഒരിക്കലും എതിർത്ത് പറയാനോ അല്ലെങ്കിൽ അതിനെ എതിർക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകാശമാണ് ആരാധന ചെയ്യാൻ. എന്നാൽ മനുഷ്യരായ നമ്മുടെ ആവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരാധന ചെയ്യൽ എന്നുള്ളത്. എന്തിന് നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കണം? എന്തിനാണ് നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്? അതിന് ചില കാരണങ്ങളുണ്ട്. വെറുതെയല്ല നമ്മളൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധിക്കുന്നത്. അതിനും ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു നമ്മുടെ റബ്ബാണ്, നമ്മുടെ സൃഷ്ടിച്ചവനാണ് റബ്ബ്. അതുകൊണ്ട് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം ആരാധന കൊണ്ടാണ് രൂഢമൂഢമാകുന്നത് അല്ലെങ്കിൽ ശക്തി പ്രാപിക്കുന്നത്. രണ്ടാമത്തെ കാരണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യജമാനനാണ്, ഉടമസ്ഥനാണ്. അള്ളാഹുവിൻ്റെ ആധിപത്യത്തിലുള്ള സ്ഥലങ്ങളിലെ ആധിപത്യത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവൻ്റെ ആധിപത്യത്തിലുള്ള ചില അടിമകൾ മാത്രമാണ് നമ്മൾ. അതുകൊണ്ട് യജമാനൻ്റെ കരാറുകൾ, യജമാൻ്റെ കൽപ്പനകൾ പാലിക്കേണ്ടതൊരു അടിമയുടെ ബാധ്യതയല്ലേ. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ രൂപത്തിലും ഉപജീവനം നൽകുന്നത്. ശ്വസിക്കാൻ പോയിട്ട് ഈ ജീവിതത്തിൽ നമ്മൾക്കൊരു സെക്കൻഡ് പോലും ജീവിക്കാനുള്ള ഉപജീവനം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നൽകുന്നത്. മനുഷ്യർക്ക് എന്തെല്ലാം കഴിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ അവൻ ദരിദ്രനാണ്. ഒരു കഴിവിൻ്റെയും പൂർണ്ണമായ ഉടമസ്ഥാവകാശം മനുഷ്യനുണ്ടോ? കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഭക്ഷിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായുവിൻ്റെ പോലും ഉടമസ്ഥാവകാശം പൂർണ്ണമായി മനുഷ്യനില്ല. ഈ ചലിപ്പിക്കുന്ന ഈ വിരൽ പോലും പൂർണ്ണമായി എപ്പോഴും ചലിപ്പിക്കാൻ പോലുമുള്ള കഴിവ് മനുഷ്യനില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് പരിപൂർണനാണ്, ധന്യനാണ്. ഒരു കാര്യത്തിൽ പോലും അവൻക്ക് ആരുടെയും ആവശ്യമില്ല. അവൻ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായ ഉടമസ്ഥത ഉള്ളവനാണ്. അതുകൊണ്ട് പൂർണ്ണമായ ഉടമസ്ഥതയുള്ളവനാണ് എന്ന നിലക്ക് അവനെ നമുക്ക് ആരാധിക്കേണ്ടി വരും. നാലാമതായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമ ഗുണവിശേഷണങ്ങൾ, അവയെല്ലാം കൊണ്ടും അല്ലാഹു പരിപൂർണനാണ്. ഒരു വിധത്തിലുമുള്ള ന്യൂനത ഒരു സിഫത്തിലോ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണത്തിലോ ഒരു നാമത്തിലോ കാണുവാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ഹൃദയം അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധി, മനുഷ്യൻ്റെ മനസ്സ് അവനേക്കാൾ കഴിവ് കൂടിയ, അവനേക്കാൾ പൂർണ്ണതയുള്ള, അവനേക്കാൾ സമ്പത്തുള്ള, അവനേക്കാൾ കഴിവുള്ള, ഭംഗിയുള്ള, കായികശേഷിയുള്ള ആളുകളിലേക്ക് പലപ്പോഴും അടുക്കാറുണ്ട്. അതിന് എത്ര അധികം ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ആളുകൾ ആരൊക്കെ? കായിക താരങ്ങളായിരിക്കാം, പണത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം, രാഷ്ട്രത്തലവന്മാരായിരിക്കാം. എന്തുകൊണ്ട് അവർക്ക് ഇത്രയധികം ഫോളോവേഴ്സ്? മനുഷ്യൻ്റെ മനസ്സ് പിൻപറ്റാനും അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനും അവനേക്കാൾ കഴിവുള്ളതിലേക്ക് ഇഷ്ടപ്പെടാനുള്ള രൂപത്തിലാണ് അവൻ്റെ മനസ്സ് പാകപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മേക്കാൾ എത്രയോ പരിപൂർണനായ അള്ളാഹുവിലേക്ക് നമ്മുടെ മനസ്സിനെ അടുപ്പിക്കേണ്ടതുള്ളൂ. അങ്ങനെയാണ് മനസ്സ് അടുക്കുകയുള്ളൂ. അതുകൊണ്ട് അവനെയാണ് നമ്മുടെ ഹൃദയം, മനസ്സുകൊണ്ടുള്ളതും ശാരീരികമായിക്കൊണ്ടുള്ള ആരാധനകൾ കൊണ്ടും ഞാൻ ബന്ധിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് ഈ രൂപത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എന്തിനിപ്പോൾ സൃഷ്ടിച്ചു, എന്തിനിപ്പോൾ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കണം, എന്തിനാണ് ഞാൻ അള്ളാഹു എന്നോട് ആരാധിക്കുവാൻ വേണ്ടി കൽപ്പിച്ചോട്ട് എന്നുള്ള ആശയങ്ങൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ നമുക്കുള്ള അതിനുള്ള ഒറ്റമൂലി, അതിനുള്ള പ്രതിവിധി അല്ലെങ്കിൽ മരുന്ന് അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയുക എന്ന്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരാളോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അവനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ആരാധന അല്ലെങ്കിൽ അവനെക്കുറിച്ച് ഇഷ്ടം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ എന്താക്കും? അവനെ പറ്റിയുള്ള കൂടുതലായ അറിവുകൾ
അന്വേഷിക്കും. ഉദാഹരണത്തിന് ഒരു ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ്റെ ഓരോ മാച്ചിലുള്ള വീഡിയോ പ്രത്യേകം ഇരുന്ന് കാണും. അങ്ങനെ അവനോടുള്ള ഒരു ആരാധന മൂത്ത് വരികയാണ്. ഇതേ രൂപത്തിൽ തന്നെ സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതോളം അള്ളാഹുവിലേക്ക് മനസ്സ് അടുക്കുന്നതാണ്. ഇബാദത്ത് അതിൻ്റെ പരിപൂർണതയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അടുത്തടുത്ത് പോകുന്നതാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കാൻ കൽപ്പിച്ചത് അവൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടില്ല, അവൻക്ക് ഉപകാരം ലഭിക്കുവാൻ വേണ്ടിയിട്ടില്ല. നേരെ മറിച്ച് മനുഷ്യരായ അവൻ്റെ സൃഷ്ടികളായ നമുക്ക് ഉപകാരമുണ്ടാക്കാനും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഓരോ ഇബാദത്തും നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഓരോ ഇബാദത്തും നമ്മുടെ ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. പൂർണ്ണമായ ഉപകാരം അതിലൂടെ നമുക്കാണ് ലഭിക്കുന്നത്. അത് നാം തിരിച്ചറിയേണ്ടത്. ഇനി സാധാരണയായി നമുക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നാറുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെ അനുഭവപ്പെടും, ഈ ഇബാദത്തുകളൊക്കെ ആരാധനകളൊക്കെ ഒരർത്ഥത്തിൽ ഒരു ഇടങ്ങാറാണ്, ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ട് അതിലുണ്ട് എന്നുള്ള ഒരു തോന്നലുകൾ അതിലുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിരീശ്വരവാദികൾ ഉന്നയിക്കാറുണ്ട്, യഥാർത്ഥത്തിൽ ഒരു ചിട്ടല്ലത്, ഒരു പ്രയാസമല്ലത്, ഒരു ബുദ്ധിമുട്ടല്ലത്, ആ രൂപത്തിലുള്ള ചിന്തകൾ അവർക്കുണ്ടാകുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട ആരാധന അതിൻ്റെ പൂർണ്ണതയിൽ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു വ്യക്തി, അവൻക്കൊരിക്കലും പോലും അവൻ്റെ ആരാധനകൾ ഒരു പ്രയാസമായി തോന്നുകയില്ല, ഒരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല, അവൻക്ക് അത് ഒരു ഇടങ്ങാറാവുകയില്ല. കാരണം അതിനെ അടുത്തറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ രുചിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ അടുത്തറിഞ്ഞവർക്ക് അത് ഉപേക്ഷിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത് അവൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോകുമ്പോഴായിരിക്കും അവൻ്റെ മനസ്സിൽ നീറ്റിലുണ്ടാകും. അതൊരു ലഹരിയാണ്. ആരാധനയ്ക്കൊരു ലഹരിയുണ്ട്, അതിനൊരു മാധുര്യമുണ്ട്. അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അത് ലഭിച്ചു കൊണ്ടേയിരിക്കണം. മനസ്സിൻ്റെ ഏകാന്തതയും മനസ്സിന് ആത്മീയതയും വേണം. അതുപോലെ തന്നെ സൃഷ്ടാവും ശരീരവും മനസ്സും തമ്മിലൊരു ബന്ധമുണ്ടാകണം. ഈ ബന്ധമെല്ലാം മനുഷ്യന് ലഭിക്കുന്നത് അവൻ്റെ ആരാധനയിലൂടെയാണ്. അവൻക്കൊരു നിമിഷം ആരാധന ചെയ്യാതെ പോയാലോ, ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു സമയം ആരാധന നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളായിരിക്കും, അല്ലെങ്കിൽ അനുഭവങ്ങളായിരിക്കും, ദുരനുഭവങ്ങളായിരിക്കും ഒരു വിശ്വാസിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുക. പിന്നെ എങ്ങനെയാണ് ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്ന ആളുകൾക്ക് ആരാധനയുടെ രുചി കണ്ടെത്താൻ സാധിക്കുക? അവർക്ക് ദൈവം തന്നെ ഇല്ല, ഒരാൾക്കും ആരാധന ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പലപ്പോഴും ജീവിക്കുന്ന വിഷാദ രോഗികളായിട്ടേക്കാരും ഒരുപാട് പ്രയാസങ്ങളുടെ നടുക്കടലിലായിരിക്കും അവർ അവരുടെ ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തു നോക്കി ഒരുപാട് നമുക്ക് കാണാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നിരക്കുള്ള രാജ്യങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ ഏതാ? നിരീശ്വരവാദവും ആ രൂപത്തിലുള്ള യുക്തിവാദവും തയച്ച് വളരുന്ന രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണനിരക്ക് വർദ്ധിച്ചിട്ടുള്ളത്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും എന്താവില്ല ഈ രൂപത്തിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രയാസം ആ രൂപത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ആത്മഹത്യയുടെ വഴി തേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസി എപ്പോഴും ആരാധനയുടെ രുചി അറിഞ്ഞു കൊണ്ടിരിക്കുന്നവരാണ്. ആ സമയത്ത് നിരീശ്വരവാദികളാണോ? അവർ ഈ ലോകത്ത് ശരിക്കും ഒരു അന്തം വിട്ട് നടക്കുന്ന ആളുകളാണ്. അവർക്ക് യാതൊരു ലക്ഷ്യബോധവുമില്ല. എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, എന്തിനു വന്നു, എന്ത് ചെയ്യുന്നു, ഇനി എന്ത്, ജീവിതത്തിന് യാതൊരുവിധ ലക്ഷ്യബോധവുമില്ലാതെ അലഞ്ഞു തിരിയുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ നിരീശ്വരവാദിയും. അവർക്കെല്ലാം ഒരു പുകയായിരിക്കും, എല്ലാം ഒന്ന് ഒരു പുക. ആ പുക രൂപത്തിലായിരിക്കും അവർ ജീവിക്കുക. എന്നാൽ ഇബാദത്തിൻ്റെ മാധുര്യം നുണയുന്ന ഒരു വ്യക്തി, അവൻക്ക് അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇബാദത്ത് എടുക്കുന്ന കൂടുതൽ ജീവിതം അല്ലെങ്കിൽ ഉന്മേഷം ലഭിക്കാം. الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. ഹൃദയം ആശ്വസിക്കണമെങ്കിൽ, അതിന് ആശ്വാസം ലഭിക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുമ്പോൾ മാത്രമേ ലഭിക്കുള്ളൂ. ആ ആനന്ദ നിർവൃതി ലഭിക്കണമെങ്കിൽ പൂർണ്ണമായി കൊണ്ടും അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന രൂപത്തിന് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യാ ബിലാൽ അഖിമിസ് സലാത്ത അരിഹ്നാ ബിഹാ. അല്ലയോ ബിലാൽ, നീ നമസ്കരിക്ക്, ഇഖാമത്ത് കൊടുക്ക്, നിസ്കാരം കൊണ്ട് നമുക്ക് റാഹത്തെടുക്കാം, നമുക്ക് ആശ്വാസം എടുക്കാം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇബാദത്തിലൊരു ആനന്ദമുണ്ട്, അതിലൊരു റാഹത്തുണ്ട്, അതിൽ മനസ്സിന് കൺകുളിർമയുണ്ട്, ഒരു ആത്മനിർവൃത്തിയുണ്ട്. അത് അനുഭവിക്കുന്നവർക്കത് പൂർണ്ണമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കി,
അവിശ്വാസത്തിൽ നിന്നും നിരീശ്വരവാദത്തിൽ നിന്നും ഇസ്ലാമിൻ്റെ രാജകീയ പാതയിലേക്ക് കടന്നു വന്ന് എത്രയെത്ര ആളുകളുടെ അനുഭവങ്ങളാണ് യൂട്യൂബുകളിൽ ലഭ്യമായിട്ടുള്ളത്. അവരുടെ ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വാക്കുകൾ അവർക്ക് വർണ്ണിക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരു അനുഭൂതി ലഭിച്ചിട്ടുണ്ട്, ഒരു ആത്മനിർവൃത്തി ലഭിക്കുന്നുണ്ട്, ഒരു കൺകുളിർമ ലഭിക്കുന്നുണ്ട്. അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ഇബാദത്തിലും അവനോട് അടുക്കുമ്പോൾ പ്രത്യേകമായിക്കൊണ്ടുള്ളൊരു മനസ്സിനൊരു കൺകുളിർമയും ആനന്ദവും ലഭിക്കുന്നതാണ്. ഇനി യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലൂടെ ഹൃദയത്തിന് ഉന്മേഷം ലഭിക്കും. അതുപോലെ തന്നെ ഉൾക്കാഴ്ചക്ക് കൂടുതൽ പ്രകാശം ലഭിക്കും. വിഷാദങ്ങൾക്ക് ശമനമുണ്ടാകും, രോഗങ്ങളെല്ലാം ശമനം ലഭിക്കും. ഈ രൂപത്തിൽ ഒട്ടേറെ ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മേളിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇബാദത്തിനെ കുറിച്ചിട്ടുള്ള മഹത്വം തിരിച്ചറിഞ്ഞ വ്യക്തി ഒരിക്കൽ പോലും അവൻ്റെ നാവിൽ നിന്ന് പറയുകയില്ല, എന്തിന് അള്ളാഹു എന്നോട് ഇങ്ങനെ ആരാധന ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് ഒരിക്കലും അവൻ പറയുകയില്ല. നേരെ മറിച്ച് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകുക, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെ ആരാധനയ്ക്ക് കൽപ്പിച്ചല്ലോ, എന്നോട് ആരാധന ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചല്ലോ, അതിന് അള്ളാഹുവിനെ ഞാൻ സർവ്വസ്തുതിയും ഹംദും ശുക്റായിരിക്കും പറയാം യഥാർത്ഥത്തിൽ ആരാധനയെ രുചിച്ച വ്യക്തിക്ക്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആരാധന ചെയ്യുവാൻ കൽപ്പിച്ചതിൽ ഒരിക്കലും നമ്മൾ എന്താക്കണ്ട, അതിശയം കൊള്ളേണ്ട, അല്ലെങ്കിൽ അതിൽ പ്രത്യേകം ഒരു അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് അത്ഭുതപ്പെടേണ്ട മറ്റൊരു വശമുണ്ട്. അള്ളാഹുവിൻ്റെ നിസാരമായ അടിമകളായ ഒരു അടിമയാണ് ഞാൻ. ആ അടിമയായ എൻ്റെ ഇബാദത്തുകൾ എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമയാക്കി സ്വീകരിച്ചു. പ്രപഞ്ചനാഥായ ജബ്ബാറായ അലീമായ ഹക്കീമായ റബ്ബ് അവൻ്റെ അടിമകളിൽ ഒരാളായിക്കൊണ്ട് എന്നെ സ്വീകരിച്ചു. എൻ്റെ മുറിഞ്ഞതും പൊളിഞ്ഞതുമായ ന്യൂനത കൊണ്ട് നിറഞ്ഞ ഇബാദത്തുകൾ അവൻ സ്വീകരിക്കുന്നുണ്ടല്ലോ എന്ന കാര്യത്തിലാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ അഭിമാനം കൊള്ളേണ്ടത്. അതുകൊണ്ട് ഇബാദത്തിലൂടെ മനുഷ്യൻ എത്തിച്ചേരുന്നത് മനുഷ്യത്വം പൂർത്തിയാകണം. ഒരു മനുഷ്യനാകണമെങ്കിൽ അവൻ ആരാധിക്കണം. മനുഷ്യന് ഭക്ഷണം കഴിക്കണം, വിശപ്പുണ്ടാകും, അതുപോലെ തന്നെ ദാഹമുണ്ടാകും, ലൈംഗിക ദാഹമുണ്ടാകും. ഇതൊക്കെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പല മാർഗങ്ങളും നേടും. ഇതുപോലെ തന്നെയാണ് അവൻ്റെ മനസ്സിൽ, അവൻ്റെ ശരീരത്തിൽ ജന്മനായുള്ളൊരു വാസനയാണ് അവനക്ക് ആരാധിക്കണം. അവനക്ക് ചിലതിനെ ആരാധിക്കാനുള്ള വാസനയുണ്ട്. ഒരു ആത്മീയ ദാരിദ്ര്യം അവനക്കുണ്ട്. ആ ആത്മീയ ദാരിദ്ര്യം പൂർണ്ണമായി യഥാർത്ഥ രൂപത്തിൽ വീട്ടുന്നത് അല്ലെങ്കിൽ അത് തീരുന്നത് അള്ളാഹുവിലേക്ക് ആരാധന അർപ്പിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും, ലോകത്തുള്ള എല്ലാ അള്ളാഹുവിൻ്റെ അടിമകളും, മനുഷ്യരാകട്ടെ ജിന്നുവർഗമാകട്ടെ, അവരെല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. അതിൽ നിന്ന് ഒരാളും പോലും വ്യത്യസ്തനല്ല, ഒഴിഞ്ഞു പോകുകയില്ല. ഒരു നിരീശ്വരവാദിയാകട്ടെ, അതുപോലെ തന്നെ മറ്റു മതവിശ്വാസികളാകട്ടെ, അതുപോലെ തന്നെ ദൈവമില്ല എന്ന് വാദിക്കുന്നവനാകട്ടെ, മതമില്ല എന്ന് പറയുന്നവനാകട്ടെ, എല്ലാവരും അവൻ്റെ ആരാധന്മാരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, തഈസ അബ്ദുദ് ദീനാർ, തഈസ അബ്ദുദ് ദിർഹം, തഈസ അബ്ദുൽ ഖമീസ, തഈസ അബ്ദുൽ ഖമീല. ദിർഹമിൻ്റെ അടിമ നശിക്കട്ടെ, ദീനാറിൻ്റെ അടിമ നശിക്കട്ടെ. എന്താണ് ദീനാറിൻ്റെ അടിമ? എന്താണ് ദിർഹമിൻ്റെ അടിമ? ദിർഹമിൻ്റെ അടിമയും ദീനാറിൻ്റെ അടിമയും എന്ന് പറഞ്ഞാൽ മനസ്സിന് അതിനോട് കൂടുതൽ പ്രിയം തോന്നിക്കൊണ്ട് അതിനു വേണ്ടി നിലപാട് രൂപപ്പെടുത്തുന്നവരും അതിനു വേണ്ടി നെട്ടോട്ടമോടുന്നവരും. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ആരാധന എപ്പോഴും മനുഷ്യൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവൻ അള്ളാഹുവിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവൻ ചിലപ്പോൾ മറ്റു പലതിനെയും ആരാധിക്കും. ഉദാഹരണത്തിന് കാമുകിയെ അതിയായി സ്നേഹിക്കുന്ന യുവാക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. പണത്തെ അതിയായിക്കൊണ്ട് സ്നേഹിച്ചുകൊണ്ട് പണത്തിന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്തിനു പോലും വസ്ത്രത്തെയും ഫാഷനെയും അതിയായി താല്പര്യപ്പെട്ട് അതിൻ്റെ മേൽ ജീവനെ ഒടുക്കുന്നവരുണ്ട്. ഫാഷൻ അല്ലെങ്കിൽ സൗന്ദര്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആത്മഹത്യക്ക് മുതിരുന്ന ആളുകളുണ്ട്. പ്രശസ്തിയെ ആരാധിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അടുത്തൊരു ഡോക്ടർ മരണപ്പെട്ടു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു, പ്രശസ്തി നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട്. അതുപോലെ തന്നെ അവർ ഒരാളെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവർ മറ്റൊരാളെ ആരാധിക്കുന്നതാണ്. അത് മനുഷ്യ പ്രകൃതിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ആരാധനയിലൂടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ എത്തിച്ചേരുന്നത് അവൻ മനുഷ്യത്വത്തിലേക്കാണ് നടക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരാധന അള്ളാഹുവിൻ്റെ അവകാശമാണ്. അത് നമ്മുടെ ആവശ്യമാണ്, നമ്മുടെ അത്യാവശ്യത്തിൽപ്പെട്ടൊരു കാര്യമാണ് ആരാധന. നമ്മുടെ അനുഗ്രഹമാണ്, നമ്മുടെ അന്തസ്സാണ്.
അതുകൊണ്ട് ആരാധന ചെയ്യുന്നതിലാണ് അഭിമാനം കൊള്ളേണ്ടത്. അള്ളാഹുവിൻ്റെ അടിമയായി എന്നതിലാണ് പുളകിതനാകേണ്ടത്. അള്ളാഹുവിൻ്റെ അടിമയായി എൻ്റെ ഓരോ പൊട്ടും അല്ലെങ്കിൽ ചെറുതും വലുതുമായ നിസാരമായ ന്യൂനതകൾ നിറഞ്ഞ ഓരോ ഇബാദത്തും റബ്ബ് സ്വീകരിക്കുന്നുണ്ടല്ലോ എന്നതിലാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്. ഇനി പൊതുവെ നിരീശ്വരവാദികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് എല്ലാ കാര്യത്തിൻ്റെയും യുക്തിയെക്കുറിച്ച് ചോദിക്കുക. അതെന്താ അങ്ങനെ? അതിൻ്റെ പിന്നിൽ എന്ത് ഹിക്മത്താണുള്ളത്? അതിൻ്റെ യുക്തി എന്താണ് എന്നുള്ള ചോദ്യം. യഥാർത്ഥത്തിൽ നിരീശ്വരവാദികളോട് അവരുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ യുക്തിയെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് കമ എന്നൊരു അക്ഷരം പറയാൻ സാധിക്കില്ല. യുക്തി കൊണ്ട് ചിന്തിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾ. യുക്തിയെപ്പറ്റി ചോദിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള യുക്തിവാദികൾ. അല്ലാതെ അവർക്ക് പിന്നിൽ യാതൊരു യുക്തിയുമില്ല. അതുപോലെ അവർ എല്ലാ കാര്യത്തിൻ്റെയും യുക്തിയെക്കുറിച്ച് ചോദിക്കുന്നതാണ്. അതിൽപ്പെട്ടതാണ് അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് ആരാധനയുടെ യുക്തി എന്താണ്? ഈ ആരാധനയുടെ യുക്തി എന്താണ് എന്നുള്ള ചോദ്യം. ഇവിടെ നമുക്ക് അവരോട് കുറച്ച് പോയിൻ്റുകളായിക്കൊണ്ട് അവർക്ക് മറുപടി കൊടുക്കാം. കുറച്ച് പോയിൻ്റുകളായിക്കൊണ്ട് മറുപടി നമുക്ക് കൊടുക്കാം. ഒന്നാമത്തേത്, ഒരുപാട് ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പല ഇബാദത്തുകളുടെയും യുക്തി നമുക്കറിയാവുന്നതുമാണ്. ഉദാഹരണത്തിന് നിസ്കാരത്തിൻ്റെ യുക്തി എന്താണ്? ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. മ്ലേച്ഛതകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും നിസ്കാരം തടുത്തു നിർത്തും. അതിൻ്റെ യുക്തിയിൽപ്പെട്ടൊരു യുക്തിയാണ്. എന്നാൽ യുക്തി അറിയാത്ത ഒരുപാട് ഇബാദത്തുകളുമുണ്ട്. യുക്തി അറിയാത്ത ഒരുപാട് ഇബാദത്തുകളുമുണ്ട്. ഉദാഹരണത്തിന് ചോദിക്കുകയാണെങ്കിൽ, എന്തിന് സുബഹി 2 റക്അത്തായി, ളുഹ്ർ 4 റക്അത്തായി? സുബഹി നിസ്കാരത്തിൽ എന്തിനാ ഉറക്കെ പാരായണം ചെയ്യണം? ളുഹ്റിൽ എന്താ പതുക്കെ പാരായണം ചെയ്യുന്നത്, ശബ്ദമില്ലാതെ പാരായണം ചെയ്യുന്നത്? ഇതിൻ്റെയൊക്കെ യുക്തി ഒരാൾക്കും ഖണ്ഡിതമായിക്കൊണ്ട് നിജപ്പെടുത്തി പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധി എത്രയാണ്? വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. വമാ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഇൽമിൻ്റെ അറിവിൻ്റെ അംശത്തിൽ നിന്ന് വളരെ തുച്ഛമായ ഒരു ഭാഗം മാത്രമേ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അവൻ അറിയാത്തതാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്നതായ അലീമായ റബ്ബുണ്ട്. എല്ലാ കാര്യത്തെക്കുറിച്ചും പൂർണ്ണമായി യുക്തിഭദ്രതയോടെ കൂടി കാര്യങ്ങളെ നിർണയിക്കുകയും അതിനെ ഇവിടെ സംവിധാനിക്കുകയും ചെയ്യുന്ന റബ്ബുണ്ട്. ഹക്കീമായ റബ്ബുണ്ട്, യുക്തിമാനായ റബ്ബ്. അവനിലേക്ക് ഈ കാര്യത്തെ ഏൽപ്പിക്കുക, അറിയാത്ത കാര്യത്തെ അവനിലേക്ക് ഏൽപ്പിക്കുക. ഒരു മനുഷ്യൻ്റെ യുക്തി പോലും നമുക്ക് അളക്കാൻ സാധിക്കുകയില്ലല്ലോ. ഒപ്പം ജീവിക്കുന്ന കൂട്ടുകാരൻ്റെ യുക്തി പോലും അളക്കാൻ സാധിക്കുകയില്ല. എത്ര വാർത്തകളാണ് ഞാൻ കേൾക്കാറുള്ളത്. കൂട്ടുകാരൻ കൊലപ്പെടുത്തി. ആ കൂട്ടുകാരൻ്റെ യുക്തി അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ യുക്തി അല്ലെങ്കിൽ അവൻ്റെ പ്ലാനിങ്ങിൻ്റെ യുക്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കൂട്ടുകാരനായിക്കൊണ്ട് മനുഷ്യൻ കൂട്ടുമോ? ഒരിക്കലുമില്ല. സ്വന്തം ഒപ്പം കൂടെ കളിച്ചും ചിരിച്ചും വർത്താനം പറഞ്ഞും സംസാരിച്ചും ജീവിക്കുന്ന കൂട്ടുകാരൻ്റെ യുക്തി പോലും തറപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത മനുഷ്യർക്ക് ഈ ലോക പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിൻ്റെ യുക്തി എങ്ങനെ നിജപ്പെടുത്താൻ സാധിക്കും? ഒരിക്കലും സാധിക്കും. മനുഷ്യൻ മണ്ണിൽ നിന്നുണ്ടായതാണ്. എന്നാൽ എല്ലാം അദൃശ്യജ്ഞാനങ്ങളെ പൂർണ്ണമായിക്കൊണ്ട് മറിയുന്ന, എല്ലാ കാര്യങ്ങളെയും വലയം ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും A to Z അറിയുന്ന റബ്ബിൻ്റെ യുക്തിയെ എങ്ങനെ നമുക്ക് അളക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. അടുത്തതായിക്കൊണ്ട് അവരോട് ചോദിക്കാനുള്ളത്, ഹിക്മത്ത്, ഓരോ വസ്തുവിലെ യുക്തി ചിലപ്പം പ്രത്യക്ഷമാകാം, ചിലത് അപ്രത്യക്ഷമാകാം, അറിയാതിരിക്കാം. അതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ യുക്തി അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് യുക്തിയില്ല എന്ന് പറയാൻ സാധിക്കുക. ഉദാഹരണത്തിന് സുബഹി 2 റക്അത്താണ്. അതിൻ്റെ യുക്തി എന്താ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഒരാൾക്ക് പറയാൻ സാധിക്കുമോ അതിൽ യുക്തിയില്ല എന്ന്? ഒരിക്കലും പറയാൻ സാധിക്കില്ല.
നേരെ മറിച്ച് യുക്തി അതിന് നമുക്കറിയില്ല. എല്ലാ കാര്യത്തിൻ്റെയും യുക്തി എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. യുക്തിയുണ്ട് എന്നതുകൊണ്ട് എല്ലാവർക്കും എല്ലാ സമയത്തും ആ യുക്തി വെളിപ്പെടണമെന്ന് നിർബന്ധമില്ല. അത് അള്ളാഹുവിൻ്റെ അടുക്കലാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യവും നമുക്കറിയണമെങ്കിൽ ഇൽമ എന്ന വിഷയത്തിൽ, അറിവ് എന്ന വിഷയത്തിൽ അള്ളാഹുവും അവൻ്റെ സൃഷ്ടിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? എല്ലാ കാര്യവും മനുഷ്യരെ നമുക്കറിയണം, എല്ലാതിൻ്റെയും യുക്തി പരിപൂർണമായിക്കൊണ്ട് നമുക്കറിയണം എന്ന് നാം വാശി പിടിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയുന്ന റബ്ബിൻ്റെ യുക്തിയെയും അവൻ്റെ അറിവിനെയും നമ്മുടെ അറിവും തമ്മിൽ വ്യത്യാസമുണ്ടോ? യഥാർത്ഥത്തിൽ അങ്ങനെ വാദിക്കുന്നവൻ ചെയ്യുന്നത് റബ്ബിൻ്റെ യുക്തിയെയും റബ്ബിൻ്റെ അറിവിനെയും മനുഷ്യൻ്റെ അറിവിനെയും സമപ്പെടുത്തുകയല്ലേ. അതൊരിക്കലും സംഭവിക്കാത്ത കാര്യം, അസംഭവ്യമായ കാര്യമാണ്. മറ്റൊരു രൂപത്തിൽ അവരോട് മറുപടി പറയാൻ പറ്റുക, ആരാധന അർപ്പിക്കുക, ഇബാദത്ത് ചെയ്യണമല്ലോ. ഇബാദത്ത് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ അത് ചെയ്യണമെങ്കിൽ എല്ലാ കാര്യത്തിൻ്റെയും യുക്തി അറിയണമെന്നില്ല. ഇപ്പം നിസ്കാരത്തിൻ്റെ സുബഹിൻ്റെ യുക്തി അറിഞ്ഞാൽ മാത്രമേ നിസ്കാരം ചെയ്യാൻ പറ്റൂ എന്നുണ്ടോ? നിസ്കരിക്കാൻ പറ്റൂ എന്നുണ്ടോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് എന്താണ് സുബഹി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് അതറിഞ്ഞാൽ മതി. അല്ലാതെ അതിൻ്റെ പരിപൂർണമായ എല്ലാ വശങ്ങളും അറിഞ്ഞുകൊണ്ട് അത് ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധനം അല്ലെങ്കിൽ ഒരു നിബന്ധന ഇസ്ലാമിലില്ല. ഭൗതികമായ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ. ഉദാഹരണത്തിന് ചിന്തിച്ച് നോക്കി, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോണിൽ ഒരുപാട് ഉപയോഗങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതിൽപ്പെട്ടൊരു ഉപയോഗമാണ് ഒരുപാട് ദൂരത്തുള്ള ഒരാളെ ഫോൺ ചെയ്യുക. അവൻ്റെ ശബ്ദം ഇടമുറിയാതെ, അത് കട്ടാകാതെ നല്ല രൂപത്തിൽ നമുക്കിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്, നമുക്കത് പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന എല്ലാ ജനങ്ങളും അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനം പഠിച്ചിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? അല്ലല്ലോ. അതിൻ്റെ പ്രവർത്തനമുണ്ട്, അതിൻ്റെ ഉപകാരത്തെ അവരെന്താകുന്നു, ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വാഹനമായിക്കൊണ്ട് ഉപയോഗിക്കുന്ന കാറിൻ്റെ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനം അറിഞ്ഞതിൻ്റെ ശേഷമാണ് കാർ ഓട്ടുന്നത്? അല്ലല്ലോ. അത് അറിഞ്ഞുകൊണ്ട് ഓട്ടുന്ന എത്ര ആളുകൾ ലോകത്തുണ്ടാകും? ചുരുക്കം ചില ആളുകൾ. ഇനി ആ പ്രവർത്തനം അറിയുകയില്ല, അല്ലെങ്കിൽ അത് അറിയുന്നത് വരെ ഞാൻ കാർ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? മൊബൈൽ ഫോണിൻ്റെ ഫുള്ള് തിയറി അറിയാതെ ഞാൻ മൊബൈൽ ഫോൺ തൊടുകയില്ല എന്ന് പറയുന്ന ലോകത്ത് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും നിരീശ്വരവാദി വാദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു കാര്യത്തിന് എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് അത് ഉൾക്കൊള്ളണം അല്ലെങ്കിൽ അത് പ്രവർത്തിക്കണം എന്ന് ഇല്ല. അങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമില്ല. ഭൗതിക ലോകത്തുള്ള കാര്യത്തിൽ പോലും ആ കടുംപിടുത്തമില്ല, പിന്നെ എങ്ങനെ മറഞ്ഞു കിടക്കുന്ന കാര്യത്തിൽ ആ കടുംപിടുത്തം? അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് ആരാധന സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന് വിധേയത്വപ്പെടുകയെന്ന്. ഒരു കൽപ്പന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആയങ്ങളിലേക്ക് ഇറങ്ങി പഠനം നടത്തിക്കൊണ്ട് അത് ചെയ്യുക എന്നല്ല. നേരെ മറിച്ച് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതിന് അറിവില്ല എന്നതുകൊണ്ട് അവനക്കൊരിക്കലും എന്താവില്ല, ആ കൽപ്പന ഉപേക്ഷിക്കാനുള്ള ഒരു കൈവായിട്ട് മാറുകയില്ല എന്ന് തിരിച്ചറിയാം. മറ്റൊരു രൂപത്തിൽ നമ്മൾക്ക് മറുപടി പറയാനുള്ളത്, ഇതൊക്കെ ഈ ചോദ്യങ്ങളുടെയൊക്കെ പരമമായ അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പരമമായ കാരണം അവർ ധരിച്ചിരിക്കുന്ന അഹങ്കാരത്തിൻ്റെ മേലങ്കിയാണ്. ആ മേലങ്കി അഴിച്ചു വെച്ചുകൊണ്ട് വിനയത്തിൻ്റെ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അവർക്ക് എന്താകും, കൂടുതലായിക്കൊണ്ട് കാര്യങ്ങൾ തിരിച്ചറിയുന്നതാണ്. മനുഷ്യൻ അവൻ്റെ പഠനം പഠിക്കുന്നതിനനുസരിച്ച് കൊണ്ട് അവൻ്റെ അറിവില്ലായ്മയാണ് ബോധ്യപ്പെടുക. ഒരു കാര്യം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ എനിക്ക് അറിവില്ലായ്മ എന്ന ബോധ്യം അവനക്കുണ്ടാകും. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ ചെയ്യേണ്ട കാര്യം, അവനക്ക് അറിവില്ലെങ്കിൽ അവൻ പഠിച്ച ആ ഉത്തരത്തിൽ നിൽക്കുകയാണ്, എനിക്കറിവില്ല, എൻ്റെ ഇൽമ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, അറിവ് ഇനിയും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അറിയുന്നവനായ റബ്ബിലേക്ക് എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുക, അഹങ്കാരത്തെ ഒഴിവാക്കുക. മനുഷ്യനായ ഓരോ വ്യക്തിയും അപൂർണനാണ്. എന്തെങ്കിലും ന്യൂനത അവനുണ്ടാവും. ഏത് പ്രവർത്തനമാണ്. ഒരു നേരെ വരക്കാൻ പറഞ്ഞാലും അതിലെവിടെയെങ്കിലും വളവുണ്ടാവും. ഒരു 10 വട്ടം നേരെ വരക്കാൻ പറഞ്ഞാലോ ചിലപ്പോൾ 10 വട്ടം വളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ 9 വട്ടം വളഞ്ഞിട്ടുണ്ടാവും. ഒരു തവണ മാത്രം ശരിയായിട്ടുണ്ടാവും. എന്നും ഗോളടിക്കുന്ന വ്യക്തിക്ക് എല്ലാ കളിയും ഗോളടിക്കാൻ പറ്റുന്നുണ്ടാവും. ഓൻ സ്ഥിരമായിട്ട് ഇടക്കിടക്ക് എന്നിട്ട് ഗോളടിക്കും, ചിലപ്പം ഗോളടിക്കാതെ പോകും, ചിലപ്പോൾ പറ്റ ഫ്ലോപ്പാവും. അതാണ് ജീവിതം. ഒരാൾക്കും ഇവിടെ ഇല്ല പൂർണ്ണതയില്ല, എല്ലാവരും അപൂർണ്ണ.
എന്നാൽ പൂർണ്ണനായ ഒരാളുണ്ട്, പൂർണ്ണനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. അതുകൊണ്ട് അവൻ്റെ അറിവോളം ഒരിക്കലും നമ്മുടെ അറിവ് എന്താവില്ല, എത്തുകയില്ല എന്ന ധാരണ ഓരോ വ്യക്തികൾക്കുണ്ടാകണം. അഞ്ചാമതായിക്കൊണ്ട് അല്ലെങ്കിൽ അടുത്തതായിക്കൊണ്ട് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ, ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം നമ്മുടെ വിശ്വാസത്തെ ഒന്നും കൂടി ശരിപ്പെടുത്തുക. നമ്മുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന കാര്യങ്ങളുണ്ട്, ആ അടിസ്ഥാന കാര്യങ്ങൾ ബലപ്പെടുത്തുകയാണ് വേണ്ടത്. പലപ്പോഴും നമ്മുടെ ഈ ചോദ്യങ്ങൾ നമ്മുടെ അടിസ്ഥാനത്തെയാണെന്ത് തകർത്ത് കളയുന്നത്. അതുകൊണ്ട് നമ്മുടെ അടിസ്ഥാനത്തെയാണെന്ത് ഈ ചോദ്യങ്ങളും ഈ രൂപത്തിലുള്ള ആശയക്കുഴപ്പങ്ങളും ചിലർ ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരോട് സംവദിക്കാൻ പോകുമ്പോഴോ നാം ചെയ്യേണ്ട കാര്യം ഈ അടിസ്ഥാനത്തിലേക്ക് അവരെ കൊണ്ടുവരിക. നമുക്ക് പ്രശ്നമുണ്ടാവുകയാണെങ്കിലും ഈ അടിസ്ഥാനം പുതുക്കിക്കൊണ്ടിരിക്കുക. ഒന്നാമത്തെ അടിസ്ഥാനം അള്ളാഹു റബ്ബാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റബ്ബാണ്, നമ്മെ സൃഷ്ടിച്ചവനാണ്, നമ്മുടെ പൂർണ്ണ ഉത്തരവാദിത്വം അവനാണ്. നമ്മെ ഇവിടെ റിസ്ക് ഉപജീവനം നൽകിക്കൊണ്ട് ജീവിപ്പിക്കുന്ന അല്ലെങ്കിൽ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നത് റബ്ബാണ് എന്ന വിശ്വാസമുണ്ടാകുക. ഒരു റബ്ബ് ഇവിടെ ഉണ്ട്. ഈ വിശ്വാസം ഹൃദയത്തിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷണം അതും നിർബന്ധമായിക്കൊണ്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അത് പഠിച്ചുകൊണ്ട് അതിൽ പൂർണ്ണമായി അടിയുറച്ച് വിശ്വസിക്കുക. അള്ളാഹു അലീമാണ്, അള്ളാഹു ഹക്കീമാണ്, അള്ളാഹു എല്ലാം അറിയുന്നവരാണ്, എല്ലാ കാര്യത്തിനും അള്ളാഹുവിന് ചില യുക്തിയുണ്ട്. അള്ളാഹു റസാഖാണ്, ഉപജീവനം നൽകുന്നവനാണ്. അള്ളാഹു ഖാലിഖാണ്, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ. അള്ളാഹു നീതിമാനാണ്, അള്ളാഹു അക്രമം ചെയ്യാത്തവനാണ്. ആ രൂപത്തിലുള്ള അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നാമഗുണവിശേഷണങ്ങൾ മനസ്സ് അടിയുറച്ച് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. മൂന്നാമത്തെ ഘട്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ വിശ്വസിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെയും വിശ്വസിക്കുക. അതിനുള്ള തെളിവുകളിൽ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനത്തെ ഒരു വ്യക്തി ഈ ലോകത്ത് വന്നു പോയിട്ടുണ്ട്. അദ്ദേഹം സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. സംഭവിക്കാനിരിക്കുന്നത് ഇനി അടുത്ത കാലത്ത് തന്നെ സംഭവിക്കും. ഇതിൻ്റെ ഈ ജീവിതത്തിന് ലക്ഷ്യമുണ്ട് എന്നുള്ള രൂപത്തിലുള്ള പ്രവാചകത്തെയും പ്രവാചകത്തിൻ്റെ സത്യത്തെയും എന്താക്കുക, ഉറച്ചു വിശ്വസിക്കുക. നാലാമതായി കൊണ്ട് ഈ ഇസ്ലാമാണ് പ്രവാചകൻ പഠിപ്പിച്ച മതമായി ഇസ്ലാം എന്ന ധാര എന്ന മതമാണ് യഥാർത്ഥ സത്യത്തിൻ്റെ മതം. അത് പിൻപറ്റിയാൽ മാത്രമേ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കുകയുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതെല്ലാം സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ശൈത്താൻ വഴി തെറ്റിപ്പിക്കുന്ന പാതയാണ് എന്ന് ഉറച്ചു ഇസ്ലാം മാത്രമാണ് ശരി എന്ന് ഉറച്ചു വിശ്വസിക്കുക. അഞ്ചാമതായി കൊണ്ട് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തായ പ്രമാണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അതിൽ ആരും കൈ കടത്തിയിട്ടില്ല, അതിൽ യാതൊന്നും കടത്തിക്കൂട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അതിൽ പറയേണ്ട കാര്യം മറച്ചു പിടിച്ചിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എല്ലാതും അന്ന് അവതരിപ്പിച്ച അവർ വിശ്വസിച്ച യഥാർത്ഥ ലോകാവസാനം വരെ ജനങ്ങൾക്ക് വേണ്ടി മാർഗദർശനമായിക്കൊണ്ട് അത് ഇവിടെ നിലകൊള്ളുന്നുണ്ട് എന്ന് പരിപൂർണമായി വിശ്വസിക്കുക. ഈ രൂപത്തിൽ ഓരോ ഘട്ടത്തും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ സ്ഥിരപ്പെടും. ഇതിൻ്റെ മേലാകണം നമ്മുടെ ഓരോ നിരീക്ഷണത്തിൻ്റെ ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയേണ്ടത്. അതുപോലെ തന്നെ ആരെങ്കിലും നാം സംഭാഷണത്തിനോ ചർച്ചക്കോ ക്ഷണിക്കുകയാണെങ്കിൽ ഈ അടിസ്ഥാനത്തിലേക്കാണ് അവനെയും കൊണ്ടുവരേണ്ടത്. അല്ലാതെ പ്രതലത്തിൽ നിന്നുകൊണ്ട് ചില മറുപടികൾ മാത്രം ഒതുക്കിക്കൊണ്ടാകരുത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹിക്മത്ത് വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്. ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ ചില യുക്തി അള്ളാഹുവിന് അതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് ആ യുക്തി ഒരു പക്ഷേ മനുഷ്യരായ നിസാരബുദ്ധിയായ അല്ലെങ്കിൽ വളരെ ന്യൂനതകൾ മാത്രമുള്ള മനുഷ്യനൊരിക്കലും അത് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അങ്ങനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ചാൽ അത് അവൻ്റെ കൈവില്ലായ്മയാണ്, അല്ലെങ്കിൽ കൈവില്ലാത്തത് അവൻ സ്വന്തത്തെ കൊണ്ട് എടുപ്പിക്കുകയാണ്. പൊങ്ങാത്ത പാറ അല്ലെങ്കിൽ തുമ്പിയെക്കൊണ്ട് വലിയ പാറ പൊക്കുന്ന രൂപത്തിൽ നമ്മെക്കൊണ്ട് പറ്റാത്ത രൂപത്തിലുള്ള കാര്യമാണ് നമ്മളെക്കൊണ്ട് നാം വഹിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കാനും മരണം വരെ യഥാർത്ഥ മുത്തഖിയായിക്കൊണ്ട് മുഹ്സിനായി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.